ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെക്യൂർ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ്. ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നിങ്ങളുടെ എല്ലാം കണ്ണ് നിറച്ച് ഞാൻ പൂക്കൾ കാണിക്കാം കേട്ടോ. കാണിക്കാൻ മാത്രമല്ല, അതിൻ്റെയൊക്കെ ചെടികൾ സെയിലിനും ഉണ്ട്. പൂച്ചെടികൾ ഇഷ്ടപ്പെടുന്നവർ, അതായത് നമ്മുടെ മുറ്റത്ത് എപ്പോഴും നിറയെ പൂക്കൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരുന്ന, വർഷം മുഴുവൻ നിറയെ പൂക്കൾ തരുന്ന കുറേ ചെടികൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്നവർ വിഷമിക്കേണ്ട, പൂക്കളെ പോലെ തന്നെ നല്ല ഭംഗിയുള്ള കുറച്ച് ഇലച്ചെടികളും കൂട്ടത്തിലുണ്ട് കേട്ടോ. സീസൺ ഇല്ലാതെ പൂക്കുന്ന ഒരു 4-5 വെറൈറ്റി ചെടികൾ നമ്മുടെ മുറ്റത്ത് നമ്മൾ നടുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയിൽ എപ്പോഴും പൂവുണ്ടാവും. അപ്പം നമുക്ക് എന്നും പൂ കാണാമല്ലോ. കുറച്ച് ചെടികളും പൂക്കളൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു വീട് എപ്പോഴും നല്ല ഭംഗിയുള്ളൊരു വീടാവുള്ളൂ. അതുമാത്രമല്ല, പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മളറിയാണ്ടൊരു സന്തോഷം നമ്മുടെ ഉള്ളിൽ വരും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിലും ഒരു മനസ്സ് നിറഞ്ഞ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. എല്ലാവരും കുറച്ച് സമയമെടുത്ത് ഈ ഒരു വീഡിയോ ആദ്യം അവസാനം കാണുക. അതിൽ ഏതെങ്കിലുമൊക്കെ ചെടികൾ വാങ്ങാൻ താല്പര്യം തോന്നുകയാണെങ്കിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് അതിൻ്റെ ലിസ്റ്റ് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുകയോ ചെയ്യാം കേട്ടോ. ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയുമാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. DTDC വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞാൻ പ്ലാന്റ് അയക്കുക. പ്ലാൻസ് ഇവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി ആയി കിട്ടും. ഒരു 90% അയക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ കിട്ടാറുണ്ട്. വളരെ അപൂർവമാണ് അത് പിന്നത്തെ ദിവസത്തേക്ക് നീണ്ടു പോകാറുള്ളൂ. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ 3 to 4 days എടുക്കും കേട്ടോ. സെയിൽ ലിസ്റ്റിൽ ഏറ്റവും ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ നാട്ടിലെ മണ്ണിൽ ഏറ്റവും നന്നായിട്ട് വളരെയും നിറഞ്ഞു പൂക്കുകയും ചെയ്യുന്ന തെച്ചിയുടെ മിനിയേച്ചർ ടൈപ്പാണ്. അതിൻ്റെ കളർ വെറൈറ്റീസ് കണ്ടോ, മഞ്ഞയുണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ ഇത് റെഡ് വിത്ത് ഓറഞ്ച്, അത് നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ റെഡ്, ഒരു പീച്ച് കളർ, ഒരു ഡാർക്ക് പീച്ച് കളറുണ്ട്. പീച്ചും പിങ്കും നമ്മൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും, പക്ഷെ അത് തമ്മിൽ കളറിന് നല്ല വ്യത്യാസമുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് 2 കളർ വരിക. പിന്നെയുള്ളത് വൈറ്റാണ്. എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ. മിനിയേച്ചർ തെച്ചി എന്ന് പറയുമ്പം നമുക്കറിയാം കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് നടന്നുണ്ടെങ്കിൽ എപ്പോഴും നിറച്ച് പൂവുണ്ടാവും. പിന്നെ ഇതിൽ ഇലകൾ ചെറുതാണല്ലോ, ഇലകൾ ചെറുതും പൂക്കളാണ് നിറയെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. മിനിയേച്ചർ തെച്ചിയിൽ ഇപ്പോൾ ഞാൻ മൊത്തം 6 കളറാണ് കേട്ടോ കാണിച്ചത്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിലിപ്പം റെഡ് വിത്ത് ഓറഞ്ച് ഒഴിച്ച് ബാക്കി എല്ലാ പ്ലാന്റും ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു കളർ മാത്രം നമുക്ക് 90 രൂപ റേറ്റ് വരുന്നുണ്ട്. കാരണം ഇത് നമുക്ക് അധികം കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമ്മൾ ചെടി ആദ്യം നടുമ്പോൾ ചാണകപ്പൊടി മാത്രമായിട്ട് ഇളക്കമുള്ള മണ്ണിൽ നട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് പിന്നെ ചെടി പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് കുറച്ച് DAP ഇട്ട് കൊടുക്കാം. അപ്പോൾ നിറച്ച് പൂക്കൾ എപ്പോഴും ആവും. പിന്നെ തെച്ചിയിൽ മെയിൻ പ്രശ്നം നമ്മളെപ്പോഴും കാണുക പൂക്കൾ ഇങ്ങനെ മൊട്ട് വന്നു കഴിഞ്ഞ് കരിഞ്ഞു പോകുക എന്നുള്ളതാണ്. മൊട്ട് വിരിയാറാവുന്ന സമയത്ത് വളരെ നേർത്ത അളവിൽ കുറച്ച് ഉറുമ്പ് പൊടി തൂവി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പ്രശ്നം കുറേയൊക്കെ മാറി നിൽക്കും. അടുത്തത് കൽക്കട്ട തെച്ചിയാണ്. നമ്മൾ നേരത്തെ റെഡ് വിത്ത് ഓറഞ്ച് കണ്ടില്ലേ, അതുപോലെ തന്നെ ഏകദേശം പൂക്കൾ, പക്ഷേ പൂവിൻ്റെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ വലിയ പൂക്കളായിട്ട് വരുന്ന നിറച്ച് പൂക്കൾ, കട്ടകുത്തി പൂക്കളുണ്ടാകുന്ന കൽക്കട്ട തെച്ചിയാണ് കേട്ടോ. ഇത് നല്ല നട്ടുച്ച നേരത്തെ ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ട് ആ ഒരു റെഡും ഓറഞ്ചും തിരിഞ്ഞാൽ കാണുന്നില്ല വീഡിയോയിൽ. ചെത്തിയിൽ തന്നെ ഒരു വെറൈറ്റി പ്ലാന്റാണിത്, അതുകൊണ്ട് തന്നെ കുറച്ച് വിലയുണ്ട്. 200 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്ത പ്ലാന്റ് തെച്ചിയുടെ വെരിഗേറ്റഡ് ആണ്. അതിൽ വരുന്ന പൂക്കൾ കണ്ടോ, വൈറ്റും പിങ്കും. അതിൻ്റെ ആ പൂവിൻ്റെ ഡിസൈൻ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇലകളുടെ ഈ വേരിഗേഷൻ എന്ന് പറയുന്നത് ചെടിക്ക് കിട്ടുന്ന ലൈറ്റിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരും കേട്ടോ. ചില പ്രകാശത്തിൽ ശരിക്കും നല്ല വെരിഗേറ്റഡ് ലീവ്സ് ആയിട്ട് നിൽക്കുന്ന കാണാം, ചില സ്ഥലത്ത് ആ പച്ചപ്പ് കൂടുതലായിട്ട് നിൽക്കുന്ന കാണാം, ചിലയിടത്ത് വെള്ളം മാത്രമായിട്ട് ഇല കാണാം. അങ്ങനെ പല രീതിയിലാണ് കാണുന്നത്. ഒരു പ്ലാന്റിന് 100 രൂപീസാണേ. ഇനി നമ്മുടെ സാധാ തെച്ചിയുടെ കുറച്ച് കളർ വെറൈറ്റീസ് കാണിക്കാം. എല്ലാ കളറിനും സെയിം റേറ്റ് തന്നെയാണ്, 90 രൂപീസാണ്. കുറച്ച് വലിയ ഇലകളുള്ള ചെത്തി ഉണ്ടല്ലോ, ആ ചെത്തി. ഇത് നല്ല ഡാർക്ക് പിങ്ക്, പിങ്കിലെ തന്നെ ഡാർക്ക് കളറ്, ചുവപ്പ് കലർന്ന പിങ്ക് എന്ന് പറയില്ലേ, ആ ഒരു പിങ്കാണ് കേട്ടോ ഇത്. പിന്നെ ഉള്ളത് സാധാ റെഡ്. അത് കഴിഞ്ഞ് വരുന്നത് പിങ്ക് കളറാണേ. ഈ പിങ്ക് തെച്ചിപ്പൂ എന്ന് പറഞ്ഞാൽ എല്ലാ കളറും ഒരുപോലെ ഭംഗിയാണ്, കാരണം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് അല്ലേ ഇതിൻ്റെ. തെച്ചിച്ചെടിയെ ചെത്തി എന്നും പറയും കേട്ടോ, ഞങ്ങളുടെ ഇവിടെയൊക്കെ ചെത്തിപ്പൂ എന്നാണ് പറയുക. അടുത്ത സുന്ദരി ഓറഞ്ച് തെച്ചിയാണ്. നല്ല വലിയ കൊലയായിട്ട് അതിലൊക്കെ പൂക്കളുണ്ടാവുക. പിന്നെ തെച്ചിപ്പൂ അങ്ങ് വിരിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദിവസം നിൽക്കുമല്ലോ, അത് നമുക്ക് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പൂക്കളെ വല്ലാണ്ട് സ്നേഹിക്കുന്നവർക്ക് ഇതുപോലെ ഒരു കൊലപ്പൂവൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ വല്ല സന്തോഷവും വേണോ. ഓറഞ്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കളറ് ഈ ഒരു മഞ്ഞ കളറാണേ. ഞാൻ കൂടുതലും ചെടികളിലെ പൂക്കളാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തരുന്ന ചെടികളുടെ സൈസ് എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് ഞാൻ വാങ്ങുന്ന പൈസയ്ക്ക് വൃത്തിയായിട്ടുള്ള കിട്ടാവുന്നതിൽ നല്ല പ്ലാന്റ്സ് നോക്കി ഞാൻ തന്നെ സെലക്ട് ചെയ്താണ് അയച്ചു തരുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെയും ചെത്തി വാങ്ങിയിട്ടുള്ളവർക്കറിയാം, അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സാണ് നമുക്ക് മിക്കപ്പോഴും കിട്ടാറ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും. നാടൻ തെച്ചി കൂടാണ്ട് പിന്നെ നമുക്ക് വരുന്ന തെച്ചി വെറൈറ്റി എന്ന് പറയുന്നത് സൂചി തെച്ചിയാണ്. ഇതിൻ്റെ ഇല കണ്ടോ, സൂചി പോലെ ഇരിക്കുന്നത്. പൂക്കളും അതുപോലെ തന്നെ കണ്ടോ, നേർത്ത് ഇങ്ങനെ സൂചി പോലെ പൂക്കളുണ്ടാവും. ഒരു പ്ലാന്റിന് 100 രൂപീസാണേ.
ഇനി അടുത്തൊരു മഹാസംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഇനം ഹൈബ്രിഡ് തെച്ചിയാണ്. ഇത് ഞാൻ എൻ്റെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെയായിട്ട് ഞാൻ ഷോർട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു ചെടീനെ പറ്റിയിട്ട്, കുറേ പേർക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തു. ചെടിയും പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് റേറ്റാണ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 400 റുപ്പീസാണ്. പ്ലാന്റൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ്. എൻ്റെ വീഡിയോസ് മുമ്പ് കാണാറുള്ളവർക്ക് അറിയാം, ഞാനിത് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ്. പക്ഷേ ഇപ്പം ഇങ്ങനെയല്ല കേട്ടോ ഇരിക്കണം. ഇത് ഞാൻ മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഇപ്പം നമ്മൾ ഈ പൂക്കളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ചെടി ഒന്നുകൂടെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ട്രിം ചെയ്ത് നിർത്തിയേക്കുക. പൂക്കളുണ്ടാവില്ല ഇപ്പോൾ തരണ ചെടികൾക്ക്. ഇതിപ്പോൾ ഞാൻ പൂക്കളോടി തന്നാലും നിങ്ങളത് പുതിയ മണ്ണിലേക്ക് നടുമ്പോൾ പൂക്കൾ പിന്നെ അത് അങ്ങനെ ലൈവായിട്ട് നിൽക്കില്ല, നമ്മളത് കട്ട് ചെയ്ത് കളയേണ്ട വരും. പിന്നെ ഇതിൻ്റെ കൊറിയർ ചാർജും 1 കിലോയുടെ വരും കേട്ടോ. ഈ ഒരു ചെടി അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ആ ഒരു വിലയ്ക്ക് വാങ്ങാം കേട്ടോ. ചില ചെടികളുടെ വില പറയുമ്പം ചിലരെങ്കിലും ചോദിക്കും ഇതിലെന്താ സ്വർണ്ണം ഉണ്ടോ, ഇത്രയും വില എന്താണെന്നൊക്കെ. വിലയുള്ള ചെടികളിലൊന്നും ഞാൻ സ്വർണ്ണം ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ സ്വർണ്ണം ഇടണേക്കാളും സന്തോഷമാണ് ഗൈസ് ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ നിൽക്കണ കാണാൻ. അപ്പോൾ അങ്ങനെ ചെത്തിയുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് 2-3 റോസ ചെടികൾ കാണാം. ഇത് കാശ്മീരി റോസാണ് കേട്ടോ. കാശ്മീരി ഓൺ റൂട്ട് റോസ് ആണെന്ന് നമുക്കറിയാം. കാശ്മീർ റോസിൽ എപ്പോഴും ഇങ്ങനെ ചന്നമ്പിൻ്റെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 90 റുപ്പീസാണ്. ഓൺ റൂട്ട് റോസ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടില്ലാതെ. കാശ്മീരി റോസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നാടൻ പനിനീർ റോസിൻ്റെ ഈ ഒരു കളറില്ലേ, അതാണ് പിങ്ക് കളറ്. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ പൂവിന്. ഇതിനും 90 രൂപ തന്നെയാണ് റേറ്റ്. ഇതിപ്പോൾ ഇതിലൊരു ഒറ്റപ്പൂവായിട്ട് നിൽക്കുന്നത് നോക്കണ്ട, ഇത് നിറച്ച് പൂണ്ടാവുന്ന ചെടിയാണേ. പിന്നെ പനീർ റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിന് സൂട്ടബിൾ ആയിട്ടുള്ള റോസാണ്. ഈ പിങ്ക് പനീർ റോസിൻ്റെ പ്ലാന്റ് സൈസിൽ തന്നെ നമുക്ക് ഈ ഒരു റോസിൻ്റെ പ്ലാന്റ് കിട്ടും കേട്ടോ. മലയാളികളോട് ഈ ഒരു റോസിനെ പറ്റിയിട്ട് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം ഇതിൻ്റെ പ്രകൃതി എന്താണെന്നും ഇതെങ്ങനെയുള്ള റോസാണെന്നും ഇതിൻ്റെ സ്മെല്ലും എല്ലാം. ഞങ്ങളുടെ വീട്ടിലെ കാലാകാലങ്ങളായുള്ളൊരു നിത്യ യൗവനക്കാരിയാണ്. ഈ ഒരു ചെമ്പരത്തി പൂ കണ്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. ഹൈബ്രിഡ് ടൈപ്പാണ്. ഇതിനകത്ത് കളറ് ഇച്ചിരി ഡാർക്കായിട്ട് കാണാം, പക്ഷെ ഇത്ര ഡാർക്കല്ല കേട്ടോ. ഇച്ചിരി കൂടെ ലൈറ്റ് മഞ്ഞയാണ് നേരിട്ട് കാണുമ്പോൾ. ഞാനൊരു 10-15 വെറൈറ്റി ഹൈബ്രിഡ് ചെമ്പരത്തികൾ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. കുറച്ച് ചെടിയേ ഉള്ളൂ, പ്ലാന്റ് സൈസ് ഒത്തിരി ഒന്നുമില്ല. അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം. ഒരു പ്ലാന്റിന് 90 റുപ്പീസാണ്. ഈ ചെമ്പരത്തിയും തെച്ചിയും പോലെയൊക്കെ തന്നെ നിറയെ പൂക്കൾ തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന വേറൊരു ചെടിയാണ് റോസിഡ. റോസിഡയ്ക്ക് ഫസ്റ്റ് ലവ് എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട്. റോസിഡയുടെ യെല്ലോയിൽ 2 ടൈപ്പ് യെല്ലോ വരുന്നുണ്ട് കേട്ടോ. ഇത് ലൈറ്റ് യെല്ലോ, ഇനി ഇതിൻ്റെ തന്നെ ഒരു ഡാർക്ക് യെല്ലോ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ലൈറ്റ് യെല്ലോൻ്റെ പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 110 റുപ്പീസാണ്. ഇനി ഇതിൻ്റെ തന്നെ റെഡ് കളറിലുള്ളത്, ഇതിൻ്റെയും റേറ്റ് 110 റുപ്പീസാണ്. ഇതിൻ്റെ വേറൊരു ചെടി നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് ഞാൻ വീഡിയോയുടെ ആദ്യത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ചെടി വീഡിയോയിൽ റെഡായിട്ട് തന്നെ തോന്നുന്നത്, പക്ഷേ ഇത് റെഡല്ല, പിങ്കാണ് കേട്ടോ, ഡാർക്ക് പിങ്കാണ്. ഇതിന് വില വ്യത്യാസമുണ്ട്. 180 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ റോസിഡയുടെ പ്ലാന്റ് വെറൈറ്റീസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. ഇനിയുള്ളത് പനാമ റോസാണ്. പനാമ റോസ് എന്ന് പറയുന്നത് എപ്പോഴും പൂക്കണ ചെടിയാണ്. ചട്ടിയിലും തറയിലൊക്കെ ആയിട്ട് നമുക്ക് നടാം. ഈവനിങ് ടൈമിൽ നല്ലൊരു സുഗന്ധം വരും കേട്ടോ അതിൽ നിന്ന്. പനാമ റോസിൻ്റെ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു പ്ലാന്റിന് 80 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ടെക്കോമയുടെ 3-4 കളർ വെറൈറ്റീസ് ഇന്നത്തെ സെയിൽ ലിസ്റ്റിലുണ്ട്. ആദ്യത്തേത് റെഡാണ്. റെഡ് എന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്താണെങ്കിൽ നല്ല റെഡായിട്ട് തന്നെ വരും. പിന്നെയുള്ളത് യെല്ലോ കളർ, ഇത് രണ്ടും 90 റുപ്പീസാണ്. പിന്നെ യെല്ലോ വിത്ത് ഓറഞ്ച് ഒരു വെറൈറ്റിയും കൂടെ കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു പിങ്ക് കളർ ഉണ്ട്, ഒരു സെമി ക്രീപ്പർ എന്ന് പറയാം. നല്ല പിങ്ക് പൂക്കളാണ് ഉണ്ടാവുന്നത്, ഒരു വൈറ്റ് ഷെയ്ഡും ഉണ്ടാവും അതിനകത്ത്. പിങ്കിന് 80 റുപ്പീസാട്ടോ റേറ്റ്. ടെക്കോമയും സീസൺ ഇല്ലാണ്ട് പൂക്കുന്ന ചെടിയാണേ. നെക്സ്റ്റ് പ്ലാന്റ് ജെട്രോഫിയാണ് കേട്ടോ. അത് ചെറുതിലേ തുടങ്ങി ഇങ്ങനെ പൂത്ത് ഒരു കുഞ്ഞു പൂമരമായിട്ട് തന്നെ വളരും. ഇത് ജെട്രോഫയുടെ പ്ലാന്റ് സൈസ് ഇതാണ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 70 റുപ്പീസാണ്. വർഷത്തിൽ 365 ദിവസവും ഈ ചെടിയിൽ പൂവുണ്ടാവും. പാരിജാതത്തിൻ്റെ പ്ലാന്റ്സ് ആവശ്യപ്പെട്ടിരുന്നവർക്ക് അതിൻ്റെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഒരു പ്ലാന്റിന് 90 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഇനി 2-3 കിടിലൻ വെറൈറ്റി ഇലച്ചെടികളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് വെറൈറ്റികളിൽ വെറൈറ്റി അല്ലേ കാണുമ്പം. നോക്കി, നിറയെ തുമ്പികൾ, ഒരു ചെടി നിറച്ച് തുമ്പികൾ. ഇതൊരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. വളരെ നോർമലായിട്ട് നമുക്ക് വളർത്താവുന്ന ചെടിയാണ്. പ്ലാന്റ് സൈസ് ഇതാണ്. ഒരു പ്ലാന്റിന് 90 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അമേരിക്കൻ ഡ്രസ്സിനയുടെ വളരെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് മുമ്പ് കിട്ടിലുണ്ടായിരുന്നു. ഇപ്പം കുറേ നാളായി ഈ പ്ലാന്റ് സെയിലിന് കിട്ടിയിട്ട്. വളരെ കുറവേ ഉള്ളൂ. ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 100 റുപ്പീസാണേ. ഇന്നത്തെ സെയിൽ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് ഡ്രസ്സിനയുടെ ഈ ഒരു വെറൈറ്റിയാണ്. നല്ലൊരു കിഡു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കിഡു പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 400 രൂപയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ്, നല്ല വെറൈറ്റി ലുക്കുള്ള പ്ലാന്റുമാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാന്റ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വീട്ടിലില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോ. പിന്നെ ചിലരെങ്കിലും എന്നോട് പ്ലാന്റ് സൈസിൻ്റെ പിക്ചർ അയച്ചു തരാനൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടാറുണ്ട്. പക്ഷെ എനിക്ക് എല്ലായ്പ്പോഴും അങ്ങനെ ഇൻഡിവിജ്വലി ഓരോരുത്തർക്ക് ഫോട്ടോ അയച്ച് കൊടുക്കലൊക്കെ സമയക്കുറവുകൊണ്ട് അങ്ങനെ സാധിക്കാറില്ല. നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി. ഓരോ പ്ലാന്റും എനിക്ക് കിട്ടാവുന്നതിൽ നല്ല പ്ലാന്റ് തന്നെയായിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരാം.
ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ പ്ലാന്റ് ഓർഡർ ചെയ്യാം. പിന്നെ എനിക്ക് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട് നമുക്ക് എത്ര വലിയ പ്ലാന്റ് കിട്ടുന്നു എന്നുള്ളതിലല്ല, ഹെൽത്തി പ്ലാന്റ് വേണം, അത് ഉറപ്പായിട്ടും വേണം. എന്നിരുന്നാലും ചെറിയൊരു പ്ലാന്റ് കിട്ടിയാലും ചിലവർക്ക് അത് പെട്ടെന്ന് പിടിച്ച് കിട്ടും. അത് ഓരോ മണ്ണിൻ്റെയും പ്ലാന്റിങ് ചെയ്യുന്നതിലെ പ്രത്യേകതകളും ഒക്കെ കൊണ്ടാണ്. എല്ലാവർക്കും ഞാൻ അയച്ചു തരുന്ന എല്ലാ ചെടികളും പിടിച്ച് കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ചെടിയും പാക്ക് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ പിടിച്ച് കിട്ടാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.